ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, 2025 മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ പാർട്ട് 2 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ, പറയുന്ന കൺസെപ്റ്റുകൾ ഓരോന്നും നന്നായിട്ട് പഠിക്കണം. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടി അത് യൂസ്ഫുൾ ആകും കേട്ടോ. സോ 8 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 6 എണ്ണം എഴുതിയാൽ മതി. ഓരോന്നിനും 4 മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ് ക്യൂബ് ഇൻജക്റ്റീവ് ആണ്. അപ്പോൾ ഇൻജക്റ്റീവ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് വരും, എന്താണ് ഇൻജക്റ്റീവ്? 1 മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് കേട്ടോ. ഇത് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് 1 ആണെന്ന് മാത്രം തെളിയിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ 2-3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫ് വരച്ച് ചെയ്യാം. നമ്മൾ ലാബൊക്കെ കഴിഞ്ഞുകൊണ്ട് സോ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഗ്രാഫ് വരച്ച് സിമ്പിളായിട്ട് ചെയ്യാം. ഗ്രാഫ് വരച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് കുറച്ചൊരു എളുപ്പം തോന്നും. ഗ്രാഫ് വരച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മക്കളത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അത് ചെയ്യാം. ഇങ്ങനെ വരും. സോ നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമുക്ക് പറയുവാണെങ്കിൽ ഇത് ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യത്തുള്ളൂ, ഗ്രാഫായിട്ട് ഒരു പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. സോ ഇത് 1 ആണ്. സിമ്പിളായിട്ട് അങ്ങനെ എഴുതാം. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് നമുക്കിങ്ങനെ വരച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമുക്ക് പറയാം ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും ഗ്രാഫ് ഒരു പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ ലൈനുമായിട്ട്. സോ ഇത് 1 ആണ്. ഇനി ഓൺ ടു ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇതിൻ്റെ കോഡമൈൻ റിയൽ നമ്പറാണ്, റേഞ്ചും റിയൽ നമ്പറാണ് അല്ലേ? ഫുൾ എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട്. സോ കോഡമൈൻ ഈക്വൽ ടു റേഞ്ച്, ഇത് ഓൺ ടു ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇത് 1 ഓൺ ടു തെളിയിക്കാനായിട്ട് ഗ്രാഫ് വെച്ച് പറയാൻ വളരെ എളുപ്പമാണ്. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ രീതി ചെയ്യാം. ഇതിങ്ങനെ നമുക്ക് വരച്ചിങ്ങനെ കാണിക്കാം. റിയൽ നമ്പറായതുകൊണ്ട് മൊത്തം നമ്പേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എങ്കിലും വരച്ചിട്ട് നമുക്കിങ്ങനെ പറയാം റിയൽ നമ്പർ, ഇവിടെ റിയൽ നമ്പർ. സോ എക്സെട്ര 1, എക്സെട്ര 2, എക്സെട്ര 3 അങ്ങനെ പോകുന്നു റിയൽ നമ്പേഴ്സ്. സോ ഇവിടെയും എക്സെട്ര 1, എക്സെട്ര അങ്ങനെ പോകുന്നു. ഇവിടെ 2 അല്ലേ, പിന്നെ 8, എക്സെട്ര 27 അങ്ങനെ പോകുന്നു. അപ്പോൾ 1ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. 2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 8, 3ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 27 എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഇമേജ് കാണും. ഡിഫറൻറ്റ് ഇമേജസ് ആയിരിക്കും അല്ലേ? എന്ന് പറയുന്നത് യുണീക്ക് ഇമേജസ് ആയിരിക്കും. സോ ഇത് 1 ആണ്. ഇങ്ങനെ നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇവിടെയുള്ള എല്ലാത്തിനും ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. സോ എല്ലാവർക്കും ഡിഫറൻറ്റ് ഇമേജ് ആണ്. സോ ഇത് 1 എന്ന് എഴുതാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ജനറലായിട്ട് എഴുതാം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നിട്ട് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താടാ? എക്സ് ക്യൂബ് അല്ലേ? സോ x1 എന്ന് പറയുക എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ എന്ത് വരും? x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് അല്ലേ? രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കും. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് എടുക്കുന്ന പോലെ ഇവിടെ രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. സോ ഇത് 1 ആണ്. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കളെ -1ൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്കിവിടെ പ്ലസ് ഓർ മൈനസ് -1ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ രണ്ടും ഒരേ ഇമേജാണ് സ്ക്വയർ ആണെങ്കിൽ. ഓക്കെ, സ്ക്വയർ ആണെങ്കിൽ നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ പോസിറ്റീവ് നമ്പറിൻ്റെ അതേ നമ്പറിൻ്റെ സ്ക്വയറും രണ്ടും ഒരേ നമ്പറിലേക്കാണ് ഇമേജ് ആയിട്ട് വരുന്നത്. ഒരേ നമ്പറാണ് ഇമേജ് ആയിട്ട് വരുന്നത്. സോ സ്ക്വയർ ആണെങ്കിൽ അത് 1 ആകത്തില്ല. പക്ഷേ ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഇവിടെ നോക്കി -1ൻ്റെ ക്യൂബ് അതെന്താ? -1 ആണ്. 1ൻ്റെ ക്യൂബ് അതെന്താ? അത് 1 ആണ്. സോ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. സോ ഇത് 1 ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. 2 മാർക്കാണ് സിമ്പിളായിട്ട് സ്കോർ ചെയ്യുക. സോ നെക്സ്റ്റ് ആണ് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ? കാരണം സാധാരണ 1 1 2 ചോദിക്കുന്നത് ഡയറക്റ്റ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് പലർക്കും ഇച്ചിരി കൺഫ്യൂസിങ് ആയി കാണും, പലരും തെറ്റിച്ച് കാണും. എങ്കിലും അത് ഞാനൊന്ന് പറഞ്ഞുതരാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെ ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചാൽ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് എ ആൻഡ് ബി ബി 2 സെറ്റ്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എ ക്രോസ് ബി ടു ബി ക്രോസ് എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. മക്കളിത് മനസ്സിലാക്കാനായിട്ട് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്താലും കറക്റ്റ് ഫുൾ മാർക്ക് കിട്ടും. എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ നോക്കിയേ മക്കൾ, നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാവേ. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മക്കളിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാവേ, ശ്രദ്ധിച്ചോണേ. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്യാം. ലെറ്റ് എ എന്ന് പറയുന്നത് ഞാനൊരു ഇഷ്ടമുള്ളൊരു സെറ്റ് എടുക്കുന്നു, 1 2 3. ബി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു സെറ്റ് ഒരു 4 5 ഇരിക്കട്ടെ. നമുക്ക് എ ക്രോസ് ബിയും ബി ക്രോസ് എയും വേണ്ടേ? ഓക്കെ, നമുക്ക് എ ക്രോസ് ബി ആദ്യം കണ്ടുപിടിക്കാം. എ ക്രോസ് ബി മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. എ ക്രോസ് ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാറിയാം, +1 പഠിച്ചതല്ലേ? 1 4
1 5 2 4 2 5 അങ്ങനെ എഴുതിക്ക് 1 4 1 5 2 4 2 5 അടുത്ത 3 4 3 5 ഓക്കെ. ഇനി ബി ക്രോസ് എ, ഇത് മൊത്തം ഇപ്പം ഞാനിപ്പം ഡയറക്റ്റ് നമുക്ക് മറ്റേ ആരോ ഡയഗ്രി തന്നെ എഴുതാം. ഫുള്ള് നമുക്കങ്ങനെ എഴുതിപ്പോ ഒറ്റയടിക്ക്. മക്കളെ ഇവിടെ നോക്കിക്കോണേ, എ ക്രോസ് ബിയും ബി ക്രോസ് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ശ്രദ്ധിച്ചോണം. ഇത് എ ക്രോസ് ബി, ഇത് എ ക്രോസ് ബി. ഓക്കെ. അടുത്തത് ബി ക്രോസ് ഇതേപോലെ തന്നെ വരയ്ക്കുവാണേ, ബി ക്രോസ്. സോ എ ക്രോസ് ബി എഴുതിക്കടാ. 1 4 1 5 2 4 2 5 3 4 3 5 അല്ലേ? അതെല്ലാം അല്ലേ വരുന്നത്? സോ അതെല്ലാം എഴുതുവാണേ. 1 4 1 5 2 4 2 5 3 4 3 5. ഇതാണ് എ ക്രോസ് ബി. ഇനി ബി ക്രോസ് എയോ തിരിച്ച് 4 1 4 2 4 3 4 1 4 2 4 3. അടുത്ത 5 വെച്ച് 5 1 5 2 5 3. ഓക്കെ, 5 1 5 2 5 3. മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്ന് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് കേട്ടോ. എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ എ ക്രോസ് ബിയിൽ നിന്ന് ബി ക്രോസ് എയിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്ന നോക്കിയേ, ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി എ ആണ്. എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി എ ആണ്. മക്കൾ നോക്കിക്കോണേ, എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബി എ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 1ലേക്കാണ് അതിൻ്റെ ഇമേജ്. 2 1 ആയിരിക്കും അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതാം. അതേ നോക്കി, 1 4 1 4ൻ്റെ ഇമേജ് എന്തായിരിക്കും? 4 1. സോ 1 4 4 1. തിരിച്ച് എ ബി എന്ന് പറയുമ്പോൾ ബി എ ആയിരിക്കും അതിൻ്റെ ഇമേജ് അല്ലേ? അപ്പോൾ 1 4 എന്ന് പറഞ്ഞാൽ 4 1 ആയിരിക്കും. അടുത്ത 1 5 1 5 5 1 ആയിരിക്കും. 2 4 2 4 4 2 ആയിരിക്കും. 2 5 5 2 ആയിരിക്കും. 3 4 4 3 ആയിരിക്കും. 3 5 5 3 ആയിരിക്കും അല്ലേ? മക്കൾ ഇവിടെ ചോദിച്ചിരിക്കണ്ടല്ലോ, ഇത് 1 1 ആണ്, ഓൺ 2 ആണ് തെളിയിക്കാനാണ്. ഇവിടെ നോക്കിയാടാ, എല്ലാവർക്കും സെപ്പറേറ്റ് ഇമേജസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇത് 1 1 ആണ് അല്ലേ? എല്ലാവർക്കും സെപ്പറേറ്റ് യുണീക്ക് ഇമേജസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇത് 1 1 ആണ്. നമുക്കിങ്ങനെ എഴുതി വെക്കാം. ഹിയർ നിങ്ങൾക്കിവിടെ എഴുതി വെക്കാൻ ഇത്രയേ ഉള്ളൂ. എ ക്രോസ് ബിയിലെ എല്ലാ എലമെൻസിനും ഡിഫറെൻറ്റ് ഇമേജസ് ആണ് എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദ എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ഹാവ് യുണീക്ക് ഇമേജസ്. Unique images, therefore f is 1 1. സോ ഇത് 1 1 ആണെന്ന് സിമ്പിളായിട്ട് എഴുതാം. ഇനി ഇത് ഓൺ ടു ആണോ? എന്ത് തന്നെ പറയാം, ഇതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഈ ഒരു സെറ്റാണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സെറ്റാണ്. കോഡൊമെയിനും റേഞ്ച് സെയിം ആണ്. സോ ഇത് ഓൺ ടു ആണ്. കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച്, ദെയർഫോർ ഇത് ഓൺ ടു ആണ്. അല്ലെങ്കിൽ പറയാം, ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ബി ക്രോസ് എയിലെ എല്ലാവർക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. സോ ഇത് ഓൺ ടു ആണെന്ന് എഴുതി വയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് മക്കളെ. ഞാനിവിടെ എഴുതാൻ പോകുന്നത് കോഡൊമെയിനും റേഞ്ചും സെയിം ആണ്. കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് എഴുതാം? ദ എലമെൻറ്റ്സ് ഇൻ ബി ക്രോസ് എ ഹാവ് പ്രീ ഇമേജസ്. all the elements in B cross A have pre-images, therefore F is on to. കണ്ടല്ലോ മക്കളെ, കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആരെങ്കിലും കുറച്ച് പേരെങ്കിലും ഇത് എഴുതി കാണും. സോ അവർക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇതല്ലാതെ ജനറലായിട്ട് ഇത് എഴുതാൻ പറ്റും. പക്ഷേ ജനറലായിട്ട് എഴുതുമ്പോൾ ചിലവർക്കത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. എക്സാമ്പിൾ വെച്ച് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി ജനറലായിട്ട് എങ്ങനെ പറയുന്നത് പറഞ്ഞ മക്കളെ നോക്കി, എഫ് ഓഫ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 1 ആണ് തെളിയിക്കണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാണ് തെളിയിക്കേണ്ടത്. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എ ബി എന്നാണ്. മക്കളെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ എക്സാമ്പിൾ വെച്ച് ചെയ്താൽ മതി കേട്ടോ. എഫ് ഓഫ് എ ബി ബി എ ആണല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് A1 B1 ഈക്വൽ ടു എഫ് ഓഫ് A2 B2 എന്ന് എടുക്കുന്നു.
അത് നമുക്ക് A1 B1 ഈക്വൽ ടു A2 B2 എന്ന് കിട്ടണം. ഇവിടെ x1 x2 ആണെങ്കിൽ f(x1) ഈക്വൽ ടു f(x2) ആണെങ്കിൽ x1 ഈക്വൽ ടു x2. അപ്പോൾ ഇവിടെ f(a1) ഈക്വൽ ടു f(a1 B1) ഈക്വൽ ടു f(a2 B2) ആണെങ്കിൽ A1 B1 ഈക്വൽ ടു A2 B2 എന്ന് കിട്ടണം. സോ f(ab) എന്ന് പറഞ്ഞാൽ BA അല്ലേ? അപ്പോൾ f(a1 B1) എന്താണ്? B1 A1 തിരിച്ച്. അപ്പോൾ A2 B2 എന്താണ്? B2 A2. അങ്ങനെയാണെങ്കിൽ ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ B1ഉം ഇവിടുത്തെ B2ഉം ഈക്വൽ ആണ്. ദെയർഫോർ B1 ഈക്വൽ ടു B2 ആൻഡ് A1 ഈക്വൽ ടു A2. പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ അത് തിരിച്ചെഴുതിയാലും കറക്റ്റാണ്. സോ A1 B1 ഈക്വൽ ടു A2 B2. സോ നമുക്ക് കിട്ടിയില്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടി. സോ F ഈസ് 1 1. ജനറലായിട്ട് വേണം ഇങ്ങനെ എഴുതാം. ദെയർഫോർ F ഈസ് 1 1. ഇനി ഓൺ ടു തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? സാധാരണ ഇതിൽ നിന്ന് ഒരു ഇമേജ് എടുക്കും നമ്മൾ അല്ലേ. സോ ലെറ്റ് BA എന്ന് പറയുന്ന BA എലമെൻ്റ് ഓഫ് കോഡൊമൈൻ B ക്രോസ് A. BA എന്ന് പറയുന്ന ഒരു ഇമേജ് ഞാൻ എടുക്കുന്നു കോഡൊമൈനിൽ നിന്ന് കേട്ടോ. കോഡൊമൈൻ B ക്രോസ് Aയിൽ നിന്ന് ഞാൻ B എന്ന് പറയുന്ന ഒരു ഇമേജ് എടുക്കുന്നു. സോ ഇത് AB എന്ന് പറയുന്ന ആളിൻ്റെ അകത്ത് കാണണമെന്നല്ലേ പറഞ്ഞത് മക്കളെ. B ക്രോസ് Aക്കകത്ത് നിന്ന് BA എടുക്കുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? B എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ Bക്കകത്തുള്ളതായിരിക്കും, അതേപോലെ A എന്നുള്ളത് ക്യാപിറ്റൽ Aക്കകത്തുള്ളതായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലിയർലി AB എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും, A ക്രോസ് Bക്കകത്തുണ്ടായിരിക്കും. ദെയർഫോർ F ഈസ് ഓൺ ടു. സോ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഞാൻ ജനറലായിട്ടും കൂടെ പറഞ്ഞതേ ഉള്ളൂ മക്കളെ. എക്സാമ്പിളായിരിക്കും കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എക്സാമ്പിൾ ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ഇഷ്ടമുള്ള 2 സെറ്റ് എടുത്തിട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സെൻറ്റൻസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരിക്കലും തെറ്റത്തില്ല. സോ നെക്സ്റ്റ് എക്സ്പ്രസ് ദി മെട്രിക്സ്. ഈ മെട്രിക്സ് സിമ്മട്രിക്ക് സ്ക്യൂ സിമ്മട്രി മെട്രിക്സിൻ്റെ സമ്മാണ് തെളിയിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം അതേ ക്വസ്റ്റ്യൻ അതേ നമ്പേഴ്സ് ആയിട്ട് തന്നെ ചോദിച്ചല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? A എന്ന് പറഞ്ഞ് ഇതിനെ എടുത്തെഴുതാം. A എന്ന് പറഞ്ഞ് എടുത്തെഴുതുമ്പോൾ 3 3 -1 -2 -2 1 -4 -5 2. ഓക്കെ അല്ലേ? സോ A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് നേരെ തലതിരിച്ച് എഴുതുക അല്ലേ. റോഹിനെ നേരെ കോളമാക്കി എഴുതുക. സോ 3 3 -1 -2 -2 1 -4 -5 2. സോ A ട്രാൻസ്പോസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? A + A ട്രാൻസ്പോസും A - A ട്രാൻസ്പോസും നമ്മൾ കണ്ടുപിടിക്കും. ഇത് പ്ലസ് ചെയ്യണം മക്കളെ. ഇത് നമ്മൾ ആഡ് ചെയ്യും. 3 3 6. സോ ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. പിന്നെ 3 -2 1 -5 -1 -4 -4 അല്ലേ, -5. സോ -4 2 2 4. ഓക്കെ അല്ലേ? യെസ്. ഇനി A - A ട്രാൻസ്പോസ് ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഇന്നലെ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തു പോവാണേ മക്കളെ. 3 3 കുറച്ചാൽ 0 5 3 -5 0 6 -3 -6 0. ഓക്കെ ആണെന്ന് തോന്നുന്നു. +0 1 6 -4 -3. ഓക്കെ ഓക്കെ. A + A ട്രാൻസ്പോസും A - A ട്രാൻസ്പോസും കണ്ടുപിടിച്ചു മക്കളെ. സോ ഇതൊരു സിമ്മട്രിക്കും ഇതൊരു സ്ക്യൂ സിമ്മട്രി മെട്രിക്സും ആയിരിക്കും. സോ നമുക്ക് P കണ്ടുപിടിക്കാം. P എന്ന് പറയുന്നത് എന്താണ്? P = ½ A + A ട്രാൻസ്പോസ്. സോ ½ A + A ട്രാൻസ്പോസ് നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ. സോ അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. സോ അത് തന്നെ അങ്ങ് നേരെ എടുത്ത് എഴുതുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ മക്കളെ. A + A ട്രാൻസ്പോസ്. അടുത്ത Q ½ × A - A ട്രാൻസ്പോസ്. സോ ½ × A - A ട്രാൻസ്പോസ് ഇത് തന്നെ അങ്ങ് എടുത്ത് എഴുതുക. ഇനി എന്ത് ചെയ്യും? നമ്മൾ P + Q എടുക്കും അല്ലേ. P + Q എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ രണ്ടിടത്തും ഇത് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. രണ്ടിടത്തും ½ ഉള്ളതുകൊണ്ട് ½ ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നു. ½ × തമ്മിൽ കൂട്ടിക്കടാ. 6 0 6. ഓരോന്ന് കൂട്ടിക്കോ. 5 1 1 5 6. അടുത്തത് -8 അല്ല -5 3 -2. സോ 1 -5 -4 -4 0 -4 -4 -4 6 2 -5 3 -8 -4 6 -10
4 0 4. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് പി പ്ലസ് ക്യൂവിൻ്റെ ആൻസർ കിട്ടും. എല്ലാത്തിൻ്റെ പകുതി എടുത്തേ 3 3 -1 -2 -2 1 -4 -5 2. സോ ഇത് നമ്മുടെ എ തന്നെയാണെന്ന് നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് നോക്കി. 3 3 -1 -2 -2 1 -4 -5 2. യെസ് മക്കളെ, പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം ഇസിക്കൽ ടു എ, ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയുള്ള തെളിയിക്കാൻ 3 മാർക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടിക്കാണും. എൻ്റെ മക്കൾക്കും കിട്ടിക്കാണും, 100% ഉറപ്പുണ്ട്. ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ലോഗ് എക്സ്. ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ, സോ ലോഗ് എക്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഡയറക്റ്റ് പറയാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ. ലോഗ് എക്സ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. സോ അത് കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 3 cm ഈസ് ഹീറ്റഡ്. സർക്കുലാർ ഡിസ്ക് ആണ്, സർക്കുലാർ. അപ്പോൾ സർക്കിളിൻ്റെ കാര്യം ഓർത്തോണം, സർക്കിളാണ്. റേഡിയസ് 3 cm ഹീറ്റ് ചെയ്തു. അപ്പോൾ റേഡിയസ് വന്നിട്ടുണ്ട്, റേഡിയസ് എത്രയാണ്? 3 cm. ഡ്യൂ ടു എക്സ്പാൻഷൻ, ഹീറ്റ് ചെയ്യുമ്പോൾ വലുതാവുമല്ലോ. റേഡിയസ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ്, അപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ റേറ്റ് കണ്ടല്ലോ, 0.505 cm/s. അപ്പോൾ തന്നിരിക്കുന്നത് റേഡിയസിൻ്റെ ചേഞ്ച് ആണ് പെർ സെക്കൻഡിൽ. dr/dt ആണ് തന്നിരിക്കുന്നത്, 0.05 cm/s. ഇതെങ്ങനെ മനസ്സിലായി? സെൻറ്റിമീറ്റർ റേഡിയസിൻ്റെ, സെക്കൻഡ് ടൈമിൻ്റെ. സോ dr/dt ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഫൈൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഇൻക്രീസിങ്, ഏരിയയുടെ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഏരിയയുടെ ഇൻക്രീസിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. അപ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലാർ ഡിസ്ക്, സർക്കിളിൻ്റെ ഏരിയ πr². സോ 2 സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം, dA/dt. പൈ ഇൻറ്റു r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് dr/dt. സോ പൈ ഇൻറ്റു 2r ഇൻറ്റു dr/dt നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.05. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞിട്ടില്ല. റേഡിയസ് 3.2 ആകുമ്പോൾ അല്ലേ, എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 3 cm ഈസ് ഹീറ്റഡ്. അങ്ങനെ റേഡിയസ് 3.2 ആകുമ്പോഴുള്ള ആ ചേഞ്ച് ആണ് ചോദിച്ചത്. സോ റേഡിയസ് 3.2 എന്ന് പറയുമ്പോൾ റേഡിയസ് 3.2 ആകുമ്പോഴുള്ള ചേഞ്ച് ആണ്. അപ്പം 3 cm ഉള്ള ഒരു റേഡിയസ് ഉള്ളൊരു സർക്കിളായിരുന്നു. സോ അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ 3.2 cm ആകുമ്പോൾ, അപ്പോൾ റേഡിയസ് 3.2 ആകുമ്പോഴുള്ള ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt അറ്റ് റേഡിയസ് 3.2 ഉള്ള ആ ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടല്ലോ മക്കൾ, ഇതാണ് അറ്റ് എന്ന് എഴുതണം കേട്ടോ. ഇതൊരു നൊട്ടേഷനാണ്. dA/dt അറ്റ് r = 3.2. അപ്പോൾ ഇട്ട് കൊടുത്തേ പൈ ഇൻറ്റു 2 ഇൻറ്റു r എത്രയാടാ? 3.2. 3.2 ഇൻറ്റു 0.05. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റർ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. 2 ഇൻറ്റു 3.2 ഇൻറ്റു 0.05. സോ ആൻസർ 0.32 എന്ന് കിട്ടും. യൂണിറ്റ് cm²/s കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എല്ലാവരും കിട്ടി കാണും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സോ ചിലവരുടെ 3 ഇട്ട് കൊടുത്ത് കാണും, അപ്പോൾ തെറ്റി കാണും. മക്കൾ 3 ഉള്ളൊരു ഒറിജിനൽ സർക്കിളായിരുന്നു. അത് ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3.2 ആയി. കാരണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റേഡിയസ് കൂടുമല്ലോ. ആ റേഡിയസ് കൂടുമ്പോൾ ഉള്ള ചേഞ്ച്, ആ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 3.2 വേണം അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിൽ നിന്നായിരുന്നു മക്കളെ. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ആപ്പാടെ എലിപ്സിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയ ഉള്ളൂ. അത് രണ്ടും ഏതെങ്കിലും ചോദിക്കത്തുള്ളൂ കേട്ടോ മക്കളെ. ഫൈനൽ എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും, ഏതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. സോ മക്കളെ, ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സർക്കിള് എലിപ്സ് ആണ് തന്നിരിക്കണമെങ്കിൽ എലിപ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. ഓക്കെ, അപ്പോൾ എലിപ്സ് ഞാനിവിടെ വരച്ചു. എലിപ്സ് ഞാൻ വരച്ചു. ഇത് ഏത് എലിപ്സാണ്, എങ്ങനെയുള്ള എലിപ്സാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? എക്സിൻ്റെ താഴെയാണ് വലുതെങ്കിൽ എക്സ് വലുതായിട്ടുള്ള, എക്സ് മേജറായിട്ടുള്ള എലിപ്സാണ് വരയ്ക്കേണ്ടത്. വൈയുടെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും, വൈ വലുതായിട്ടുള്ള എലിപ്സാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എലിപ്സാണ് നമുക്ക് മനസ്സിലായി. സോ 25 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ താഴെയാണ് വലിയ നമ്പരെങ്കിൽ അതാണ് നമ്മുടെ മേജർ ആക്സിസ്. സോ എക്സ്, അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? a² എന്ന് പറയുന്നത് 25, b² എന്ന് പറയുന്നത് 16. സോ എ എന്ന് പറയുന്നത് 5ഉം ബി എന്ന് പറയുന്നത് 4ഉം കിട്ടും. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ 5, ഇവിടെ -5, ബി എന്ന് പറയുന്നത് ഇവിടെ 4, ഇവിടെ -4. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മക്കളെ ഇത്രയുള്ള പരിപാടി. ഈ ഒരു ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ഏരിയ നമുക്ക് കിട്ടും. എക്സാമിന്, ഫൈനൽ എക്സാമിന് ഇതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. വേറെ ചോദിക്കാനൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, കാരണം പകുതിയും ഡിലീറ്റഡാണ്. ഓക്കെ, അപ്പോൾ 0 to 5 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ഏരിയ കിട്ടും. കാരണം ഈ ഭാഗം തന്നെയല്ലേ ഈ ഭാഗവും.
അപ്പോൾ ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയയുടെ ഇക്വേഷൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. മക്കളെ നിർബന്ധമായിട്ട് ഇത് എഴുതിക്കോണം. ഇതിന് 1 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വേണം. അതിനിവിടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു സാധനം തന്നിട്ടില്ലേ, അതങ്ങ് എടുത്തെഴുതിക്ക്. x²/25 പ്ലസ് y²/16 = 1. സോ ഇതിൽ നിന്ന് ഞാൻ ലാബ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാൽ ഇതിൽ നിന്ന് ട്രിക്ക് ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് y = എന്ന് എഴുതാം. എങ്ങനെ മക്കളെ? താഴത്തേൻ്റെ വൈയുടെ താഴേൻ്റെ റൂട്ട് എടുക്കുക. വൈയുടെ താഴെയുള്ള റൂട്ട് 16ൻ്റെ റൂട്ട് 4 ബൈ പിന്നെ എക്സിൻ്റെ താഴെയുള്ള റൂട്ട് 25ൻ്റെ റൂട്ട് എടുക്കുക 5 ഇൻറ്റു റൂട്ട് ഓഫ് ഇതേ മൈനസ് ഇത് 25 മൈനസ് x². ഇതാണ് ട്രിക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ LCM ഒക്കെ എടുത്ത് ചെയ്യുക. പക്ഷേ ഈ ട്രിക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടല്ലോ. എങ്ങനെയാണ്? വൈയുടെ താഴെയുള്ള എൻ്റെ റൂട്ട് എടുക്കുക 4, എക്സിൻ്റെ താഴെയുള്ള റൂട്ട് എടുക്കുക 5, പിന്നെ റൂട്ട് ഇടുക ഇതേ മൈനസ് ഇത്. എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ തന്നെയായിരിക്കും y കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 4/5 ഇൻറ്റു റൂട്ട് ഓഫ് 25 മൈനസ് x². ഇതാണ്. സോ ഇത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഏരിയ = ഇൻ്റഗ്രൽ എ ടു ബി. എ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 5 വരെ. സോ 0 തൊട്ട് 5 വരെ 4/5 ഇൻറ്റു 4/5 ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. കോൺസ്റ്റൻ്റ് അല്ലേ? റൂട്ട് ഓഫ് 25 മൈനസ് x² dx. മക്കളെ അറിയാമല്ലോ ഇത് ചെയ്യാൻ. ഇതെങ്ങനെയാണ്? a² മൈനസ് x² ആണെങ്കിൽ എന്ത് വരും മക്കളെ? റൂട്ട് ഓഫ് a² മൈനസ് x² ഇൻ്റഗ്രൽ ആണെങ്കിൽ അതിന് എങ്ങനെ എഴുതാം? x/2 ഇൻറ്റു റൂട്ട് a² മൈനസ് x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് x/a. ആ ഈ ഒരു ഇക്വേഷൻ്റെ അത് പഠിക്കാനുള്ളൂ കേട്ടോ. സോ അത് വെച്ച് നമുക്ക് ഇവിടെ എഴുതാം 4/5 ഇൻറ്റു ഇൻ്റഗ്രൽ ഇനി ഇൻ്റഗ്രൽ ഇടണ്ട. ഇൻ്റഗ്രലിൻ്റെ ആൻസറാണത്. x/2 റൂട്ട് a² മൈനസ് x² എന്ന് പറയുമ്പോൾ 25 മൈനസ് x². അത് തന്നെ പ്ലസ് a². എ എന്ന് പറയുന്നത് എന്താടാ? എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 5. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എഴുതാം. 25 എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ ആണ്. സോ a²/2 5ൻ്റെ സ്ക്വയർ 25/2 സൈൻ ഇൻവേഴ്സ് എക്സ് തന്നെ. എ എന്ന് പറയുന്നത് 5. സോ എ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എ എടുത്ത് അവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മക്കളെ. 0 to 5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4/5 ഇൻറ്റു ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും അല്ലേ? 5 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പോയി. കാരണം 5ൻ്റെ സ്ക്വയർ 25. സോ ഇത് പോയി. 5 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കിട്ടും അല്ലേ? എന്ത് കിട്ടും? 25/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 5/5. ഇനി ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 0 മൊത്തം 0 ആയി. ഇത് പോയി. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എന്ന് കിട്ടും. മൊത്തം 0 ആയി. സോ 0 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തം 0 ആവും. എലിപ്സിൻ്റെ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഈ ലോവർ ലിമിറ്റ് ഇടേണ്ട കാര്യമില്ല. അത് എപ്പോഴും 0 തന്നെയായിരിക്കും. ഓക്കെ. ഇനി ഇത് 4/5 ഇൻറ്റു 25/2 സൈൻ ഇൻവേഴ്സ് 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എത്രയാടാ? സൈൻ്റെ വാല്യൂ 1 കിട്ടുന്നത് എത്ര കിട്ടിയത്? 4/5 ഇൻറ്റു 25/2 സൈൻ ഇൻവേഴ്സ് 1 എത്രയാണ് മക്കളെ? സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ π/2 90 ആണ് 1. ഓക്കെ. അപ്പോൾ ഇവിടെ 2 2 4 4 4 വെട്ടിക്കളയാം. 5 5 25. സോ 5π എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 5π സ്ക്വയർ യൂണിറ്റ്സ്. ഇതിപ്പോൾ എന്തിൻ്റെ കിട്ടിയത്? ഈ ഒരെണ്ണത്തിൻ്റെയാണ് മക്കളെ കിട്ടിയത്. ഇതാണ് 5π. സോ ഇവിടെ 5π. സോ ഇവിടെ 5π. ഇവിടെ 5π. അപ്പോൾ 5 10 15 20 20π ആണ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore ഏരിയ ഓഫ് എലിപ്സ് ഇക്വൽ ടു 4 ഇൻറ്റു 4 ഭാഗങ്ങളുണ്ട്. സോ 4 ഇൻറ്റു 5π. സോ ആൻസർ 20π സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. മിക്കവരും ചെയ്ത് കാണും. കാരണം അത് ഡയറക്റ്റാണ്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ മക്കളെ സിമ്പിളായിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. 5 ഇൻറ്റു 4 ഇതാണ് ആൻസർ. എ ഇൻറ്റു ബി എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എലിപ്സിന് കേട്ടോ. 5 ഇൻറ്റു 4 ആയിരിക്കും നമ്മുടെ ആൻസർ. 20 കണ്ടല്ലോ, 20π. സോ ആൻസർ കറക്റ്റാണ്. അതിലേക്ക് എത്തിച്ചാൽ മതി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡെഡ്യൂസ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ x² + y² = 25. 1 മാർക്കാണ് മക്കളെ. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ മക്കളെ πr² എന്ന് പറഞ്ഞ ഏരിയയുടെ ഇക്വേഷൻ അറിയാമല്ലോ. സോ അതിട്ട് നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ ആൻസർ x² + y² = 25 എന്ന് പറഞ്ഞാൽ x² + 25 അല്ലേടാ പ്ലസ് y² = 25 എന്ന് പറയുമ്പോൾ എന്താണ്? 5a² അല്ലേ? സോ റേഡിയസ് എന്ത് കിട്ടി? ഇതാണ് റേഡിയസ്. r എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏരിയയുടെ ഇക്വേഷൻ πr² ആണ്. സോ π
പൈ ഇൻറ്റു ആർ സ്ക്വയർ 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. സോ 25 പൈ എന്ന് വരും ആൻസർ. 25 പൈ സ്ക്വയർ യൂണിറ്റ്സ്. ഇത്രേ ഉള്ളൂ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതാനേ ഉള്ളൂ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല മക്കളെ. സോ ഏരിയ വീണ്ടും കണ്ടുപിടിച്ച് ചെയ്യണമെന്നില്ല. ഇനി കണ്ടുപിടിച്ചാലും സമയമുള്ളവർക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇൻ്റഗ്രൽ എ ടു ബി എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇതേപോലെ തന്നെ ചെയ്യാം. 25 പൈ തന്നെ കിട്ടിക്കാണും ആൻസർ. 1 മാർക്കായതുകൊണ്ട് ഡയറക്റ്റ് ഇത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടിക്കോളൂ. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ഒരു എന്താ പറയുക, ഒന്നും കൂടെ നിങ്ങൾ കുഴപ്പിച്ച് ചോദ്യം. കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാവും. എയും ബിയും യൂണിറ്റ് വെക്റ്റേഴ്സാണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്റേഴ്സാണ് യൂണിറ്റ് വെക്റ്റർ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 1 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി 1 ആണ്. ഒരു കാര്യം മനസ്സിലായി, യൂണിറ്റ് വെക്റ്ററാണ്. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ദമ്മാണ്. ഓക്കെ, ഫൈൻഡ് തീറ്റ കണ്ടുപിടിക്കണം. എ പ്ലസ് ബി യൂണിറ്റ് വെക്റ്ററാണ്. അതും തന്നിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും 1 ആണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ മോഡ് എ പ്ലസ് ബി അല്ലെ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബിയെ നമുക്ക് സ്ക്വയർ ചെയ്യാം. 2 സൈഡ് സ്ക്വയർ ചെയ്യുവാണേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇക്വൽ ടു 1 സ്ക്വയർ. സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ് മക്കളെ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? 2 ഇൻറ്റു മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി, എ ഇൻറ്റു ബി. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, 2 മോഡ് എ ഇൻറ്റു മോഡ് ബി എന്നാണ്. അതാണ് എ ഡോട്ട് ബി എന്ന് എഴുതിയ കേട്ടോ. സിക്കൽ ടു 1 സ്ക്വയർ 1 തന്നെ. ഇനി ഈ സംഭവങ്ങൾ അറിയാമല്ലോ. ഇത് എത്രയാടാ? ഇത് 1, ഇത് 1 ഇട്ട് കൊടുക്ക്. 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1 പ്ലസ് 2ab, 2a ഡോട്ട് ബി. എ ബി നമ്മൾ എ ഇൻറ്റു ബി എന്ന് എഴുതില്ല, ഇവിടെ ഡോട്ടാണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് ഇടും കേട്ടോ, മാഗ്നിറ്റ്യൂഡ് അല്ലേ. സോ 1 പ്ലസ് 1 2, 2 പ്ലസ് 2ab സിക്കൽ ടു 2a ഡോട്ട് ബി സിക്കൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? 2 ഇൻറ്റു എ ഡോട്ട് ബി സിക്കൽ ടു 1 മൈനസ് 2 എന്ന് കിട്ടും. സോ 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 1 നിന്ന് 2 കുറയ്ക്കുമ്പോൾ -1. സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് -1/2 കിട്ടും. എ ഡോട്ട് ബി കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് മക്കളെ? കോസ് തീറ്റ ഇസ് ഇക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. എ ഡോട്ട് ബി ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ, എത്രയാണ്? -1/2. സോ -1/2 ഡിവൈഡഡ് ബൈ മോഡ് എയും മോഡ് ബി എന്ത് തന്നെയാണ്? 1 ആണ്. സോ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -1/2 തന്നെ കിട്ടും നമ്മുടെ കോസ് തീറ്റ. സോ ഇതിൻ്റെ അത് തീറ്റ എന്ത് കിട്ടും? തീറ്റ ഇസ് ഇക്വൽ ടു കോസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് ആകും. കോസ് ഇൻവേഴ്സ് -1/2. സോ ഇത്ര എഴുതിയാലും മതി മക്കളെ, മാർക്ക് കിട്ടിക്കോളും. പക്ഷേ എങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പും കൂടി എഴുതണം. ഇവിടെ കോസിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ, കോസ് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ അതിനെ പൈ മൈനസ് എന്ന് എഴുതാമല്ലോ. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് അറിയാലോ. അപ്പോൾ ഇവിടെ തീറ്റ ഇസ് ഇക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് ഇൻവേഴ്സ് -1/2 ആണ്. സോ നമുക്കതിനെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. എന്നാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് മൈനസ് കളയാം 1/2. സോ എന്ത് വരും? പൈ മൈനസ് കോസിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നത് ഏത് ആംഗിളിനാടാ? 60 ആണല്ലേ. 60 എന്ന് പറയുമ്പോൾ π/3. സോ LCM എടുക്കുമ്പോൾ 3π മൈനസ് π/3. സോ 2π/3. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? ചെയ്ത് കാണും, കുറച്ചെങ്കിലും ചിലവരെങ്കിലും ചെയ്ത് കാണും മക്കളെ, അല്ലാത്തവർ ഇത് വിട്ട് കാണും. സോ ഇച്ചിരി ഒന്ന് ചലഞ്ചിങ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്ത് കാണും. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ D is equal to, അത് നമുക്ക് A1ഉം B2ഉം A1ഉം B1ഉം A2ഉം B2 ഒക്കെ എടുത്തെഴുതാം. A1 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന നമ്പർ, ഇവിടെ കിടക്കുന്ന വെക്റ്റർ. സോ I + 2j + k. B1 എന്ന് പറയുമ്പോൾ ലാംഡ കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു വെക്റ്റർ, ഈ വെക്റ്ററാണ് I - j + k. സോ A2 എന്ന് പറയുന്നത് എന്താണ്? A2 എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ ഇത് 2i - j - k. B2 എന്ന് പറയുന്നത് മ്യൂ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആ ഒരു വെക്റ്റർ 2i. ഇന്നലെ ചെയ്ത് അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു, ഉറപ്പിച്ച് ഞാൻ പറഞ്ഞാൽ ഇത് വന്നിരിക്കും. അപ്പോൾ എന്നെ ഓർക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ മക്കളെ? അപ്പോൾ A1ഉം A2ഉം B1ഉം B2ഉം എഴുതി. ഓക്കെ മക്കളെ, ചാനൽ കാണുന്നവർ മക്കളെ എൻ്റെ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക കേട്ടോ. ഫൈനൽ എക്സാം നമുക്ക് തകർക്കുക. എനിക്ക് ഉറപ്പുണ്ട് നല്ല കിടിലായിട്ട് എല്ലാവർക്കും മാർക്ക് വാങ്ങിപ്പിക്കാൻ പറ്റും. അത്ര എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? B1
ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ഇന്നലെ എല്ലാവരെയും ഞാൻ പഠിപ്പിച്ച് വിട്ട ഇക്വേഷനാണ്, പഠിച്ചോളാൻ പറഞ്ഞാണ്. എൻ്റെ കൂടെ തന്നെ ഇരുന്ന് പഠിച്ചതല്ലേ, നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ്. സോ ആദ്യം നമുക്ക് A2 മൈനസ് A1 കണ്ടുപിടിക്കാം. A2 മൈനസ് A1 എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കുക, 2 1 കുറച്ചാൽ 1i, മൈനസ് ഐന്ന് മൈനസ് 2j കുറച്ചാൽ മൈനസ് 3k, മൈനസ് 3j, മൈനസ് കെന്ന് മൈനസ് k കുറച്ചാൽ മൈനസ് 2k. ഓക്കെ അല്ലേ? ഐ മൈനസ് 3j മൈനസ് 2k. ഓക്കെ, A2 മൈനസ് A1 കണ്ടുപിടിച്ചു. അടുത്ത B1 ക്രോസ് B2 കണ്ടുപിടിക്കണം, ക്രോസ് പ്രോഡക്റ്റ്. സോ B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ IJK. ബിയുടെ എലമെൻറ്റ്സ് എഴുതിക്കണം മക്കളെ. ബിയുടെ കമ്പോണൻസ് B1 അല്ലേ, 1 മൈനസ് 1 1 അല്ലേ, 1 മൈനസ് 1 1, 1 മൈനസ് 1 1. അടുത്തത് B2ൻ്റെ 2 1 2. ഓക്കെ, 2 1 2. സോ നമുക്ക് ഡിറ്റർമിൻ്റ് എടുക്കാം. I ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കും. ഇത് മൈനസ് 2 മൈനസ് 1, സോ മൈനസ് 3, മൈനസ് J ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കും. ഇത് 2 മൈനസ് 2 0 അല്ലേ, പ്ലസ് K ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കും. 1 മൈനസ് മൈനസ് 2, സോ 1 പ്ലസ് 2 3 കിട്ടും. സോ ഇത് മൈനസ് 3i മൈനസ് 0j പ്ലസ് 3k. മൈനസ് 0j നിട്ടോ കുഴപ്പമൊന്നുമില്ല, ഇനി 0 നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതോടെ കിടക്കട്ടെ, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും അല്ലേടാ മക്കളെ. B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ അതെത്ര കിട്ടും? B1 ക്രോസ് B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സിക്കൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ മൈനസ് 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 0ൻ്റെ സ്ക്വയർ 0 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 9 9 18. സോ റൂട്ട് 18 എന്ന് കിട്ടും. അതിന് ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കിട്ടിയില്ലേ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. B1 ക്രോസ് B2ഉം A2 മൈനസ് A1ഉം തമ്മിൽ ഡോട്ട് എടുക്കുക. സോ B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ ഇതല്ലേ, മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 0 ഇൻറ്റു മൈനസ് 3, അത് 0 തന്നെയായിരിക്കും, കുഴപ്പമില്ല, നമുക്ക് എഴുതാം. പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 3 ഇൻറ്റു മൈനസ് 2 എത്ര കിട്ടൂടാ? മൈനസ് 3, ഇത് 0 ആയിപ്പോയി, മൈനസ് 6. സോ മൈനസ് 9 എന്ന് കിട്ടും അല്ലേ. മൈനസ് 9 എന്ന് കിട്ടത്തില്ലടാ മക്കളെ, മൈനസ് 9 എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും, മൈനസ് 9. സോ മൈനസ് 9 എന്ന് കിട്ടി, കറക്റ്റാണ്. സോ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, ഈ സാധനത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ മോഡുലസ്, മാഗ്നിറ്റ്യൂഡ് അല്ല മോഡുലസ്, ഇത് ബൈ ഇത് റൂട്ട് 18. സോ മോഡുലസ് ആണ്, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കും. 9/√18 യൂണിറ്റ്സ് എന്ന് കിട്ടും. അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു അകലം നമുക്ക് ഇങ്ങനെ കിട്ടും. കിടിലിനായിട്ട് ചെയ്ത് കാണാം മക്കളെ. ഇത് കിട്ടിയെങ്കിൽ ഓക്കെ, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ബേസ് തിയറത്തിൽ നിന്നായിരുന്നു. ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ്. ബാഗ് 1നകത്ത് 3 റെഡ് ബോൾസ് ഉണ്ട്. സോ ബാഗ് 1 ബാഗ് 2. എക്സാമിന് ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ബേസ് തിയറായിട്ട് കണക്ട് ചെയ്ത്. സോ ഇത് ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷേ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിന് ചോദിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോകരുത് കേട്ടോ മക്കളെ, ഇഷ്ടംപോലെ അങ്ങനത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ബാഗ് 1നകത്ത് 3 റെഡ് ഉണ്ട്, 4 ബ്ലാക്ക് ഉണ്ട്. ബാഗ് 2നകത്ത് 5 റെഡ് ഉണ്ട്, 6 ബ്ലാക്ക് ഉണ്ട്. ഏതോ ഒരു ബോക്സിൽ നിന്ന്, ഏതോ ഒരു ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ ഡ്രോൺ ചെയ്യുന്നു. അതെന്താണ്? അത് ബ്ലാക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ബാഗ് 1ൽ നിന്നാകാനുള്ള പ്രോബിലിറ്റി. സോ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് സിമ്പിളാണ്, കാരണം അവർ പ്രോബിലിറ്റി അരിച്ച് കലക്കി പഠിച്ചതാണ്. എവിടെ നിന്ന് ചോദിച്ചാലും അവർക്ക് എഴുതാൻ പറ്റും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് സിമ്പിളായിരിക്കും. ഇത് E1 എന്ന് പറഞ്ഞാൽ ബാഗ് 1,
E2 ബാഗ് 2. എ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് ബ്ലാക്ക് എന്ന് എടുക്കാം അല്ലേ, ബ്ലാക്ക്. ഓക്കെ, ഇത്ര എഴുതി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എടാ ബാഗ് 1-ൽ നിന്നും ബ്ലാക്ക് കിട്ടണം. കണ്ടല്ലോടാ, ബാഗ് 1-ൽ നിന്നും ബ്ലാക്ക്. ബാഗ് 1-ൽ നിന്നും എന്ത് ഗിവൺ എന്ത് ബ്ലാക്ക്. ബാഗ് 1-ൽ നിന്നും ബ്ലാക്ക് കിട്ടണം. കണ്ടല്ലോ, ബാഗ് 1-ൽ നിന്നും ബ്ലാക്ക്. സോ ബാഗ് 1-ൻ്റെ ലെറ്റർ എന്താടാ, E1. ഗിവൺ ബ്ലാക്കിൻ്റെ ലെറ്റർ എന്താണ്, എ അല്ലേ. അപ്പോൾ E1 ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇത് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എടുക്കുമ്പോൾ ചെയ്യാം കേട്ടോ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. സോ ഇതിനെങ്ങനെ എഴുതാം, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1. ആദ്യം നമ്മൾ E1 ആണ് ചോദിച്ചെങ്കിൽ E1ൻ്റെ ടേംസ് മുകളിൽ എഴുതും. E1ഉം ഇൻറ്റു ഇത് നേരെ തിരിക്കും, പി ഓഫ് എ ഗിവൺ E1. പ്രോബിലിറ്റിയുടെ ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്താണ് മക്കളെ, ടോട്ടലാണ്. സോ ആദ്യം നമുക്ക് E1 എഴുതാം, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പിന്നെ E2ൻ്റെ എഴുതാം, പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇതാണ് ഇക്വേഷൻ, ഇതാണ് ബേസ് തിയറം. ആകെപ്പാടെ ഇതേ ഉള്ളൂ കേട്ടോ. ഇത് ഇക്വേഷൻ പഠിക്കാതെ തന്നെ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് എഴുതാം. ഇനി ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പി ഓഫ് E1, പി ഓഫ് എ ഗിവൺ E1, ഇതൊക്കെ ഓരോന്ന് കണ്ടുപിടിക്കണം. പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താടാ, 2 ബാഗിൽ നിന്ന് 1 ബാഗ് കിട്ടണം. സോ 1/2. പി ഓഫ് E2 അതും 2 ബാഗിൽ നിന്ന് രണ്ടാമത്തെ ബാഗ് കിട്ടണം, 1/2. അടുത്ത പി ഓഫ് എ ഗിവൺ E1. എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ എന്താടാ, ബ്ലാക്ക് കിട്ടണം. എവിടെ നിന്ന്, E1. ബാഗ് 1-ൽ നിന്നും ബ്ലാക്ക് കിട്ടണം. സോ ഇതിൻ്റെ അകത്ത് നിന്ന് ബ്ലാക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ബ്ലാക്കിൻ്റെ എണ്ണം 4/7 ടോട്ടൽ 4/7. അടുത്ത പി ഓഫ് എ ഗിവൺ E2. രണ്ടാമത്തെ ബാഗിൽ നിന്നും എന്ത് കിട്ടണം, ബ്ലാക്ക് കിട്ടണം. രണ്ടാമത്തെ ബാഗിൽ നിന്നും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 6/11 ടോട്ടൽ 11. 6/11 ടോട്ടൽ 11, മറ്റേത് 7. ഓക്കെ, നേരെ ഇട്ട് കൊടുത്താൽ മതി. പി ഓഫ് E1 1/2 ഇൻറ്റു 4/7, 1/2 ഇൻറ്റു 4/7 ബൈ താഴത്ത് 1/2 ഇൻറ്റു 4/7 പ്ലസ് 1/2 ഇൻറ്റു 6/11. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് LCM ഒക്കെ എടുത്ത് ചെയ്യാം. സോ ഇതെന്ത് വരും, 4/7 × 2 14 ബൈ ഇവിടെ 4/14 പ്ലസ് 6/22. സോ 14 22 LCM എടുക്കുമ്പോൾ എന്ത് വരും, 14 22. 22 14 2 11 7. സോ 11 × 7 11 × 7 77 × 2 154 ആക്കാം അല്ലേ. 154 ആക്കാന്ന് പറയുമ്പോൾ 14-നെ 154 ആക്കണമെങ്കിൽ 154 ഡിവൈഡ് ബൈ 14 നോക്കുക, 11 വെച്ച് ഇൻറ്റു ചെയ്യുക. സോ ഇവിടെ 11 ഇവിടെ 11. മക്കളെ ഇത് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിൻ്റെ ട്രിക്കൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സോ 4 ഇൻറ്റു ഇവിടെ 11 വെച്ച് ഇൻറ്റു ചെയ്യാം. സോ ഇവിടെ 11 വെച്ച് ഇൻറ്റു ചെയ്യാം, ഇവിടെ 11 വെച്ച് ഇൻറ്റു ചെയ്യാം. ഇവിടെ 54 154 ആക്കണമെങ്കിൽ 7 വെച്ച് ഇൻറ്റു ചെയ്യാം. സോ ഇത് LCM എടുത്ത് ചെയ്യുമ്പം 4 അപ്പുറത്ത് ചെയ്യാം. സോ 11 × 4 44/154 ബൈ 44/154 പ്ലസ് 7 × 6 42/154. ഓക്കെ, അപ്പോൾ ഇതെന്ത് കിട്ടും, 44/154 ബൈ 154 അവിടെ കോമൺ ആയിട്ട് എടുക്കാം. 44ഉം 42ഉം കൂടെ ആഡ് ചെയ്യും, 86. സോ 44/86 എന്ന് കിട്ടും മക്കളെ. കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇത് 22, ഇത് കട്ട് ചെയ്യുമ്പോൾ 43. ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ, 22 11 43 പറ്റത്തില്ല. സോ 22/43 എന്ന് കിട്ടും ആൻസർ. 22/43 കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ LCM ഒക്കെ എടുത്ത് ചെയ്യാം. എന്തായാലും ആൻസർ ഇത് തന്നെയും കിട്ടുന്നത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഹയസ്റ്റ് ഓർഡർ, ഇവിടെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ആഹാ, ഓർഡർ എന്ന് പറയുമ്പോൾ 3, ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണോ ഹയസ്റ്റ് ഓർഡർ അതിൻ്റെ പവർ. സോ ഇതിൻ്റെ പവർ 2. സോ ഡിഗ്രി 2. ഹയസ്റ്റ് ഓർഡറിൻ്റെ പവറാണ് ഡിഗ്രി. സോ അത് കഴിഞ്ഞു. മക്കളെ ചോദിച്ചു നോക്കിയുടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അയ്യോ ഇങ്ങനെയെങ്ങാണ് ഫൈനൽ എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം സാധാരണ ഹോമോജീനിയസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് അതേ നോക്കി വേരിയബിൾ സെപ്പറബിൾ. അയ്യോ ഡയറക്റ്റ് dy/dx
എന്ത് എളുപ്പമാടാ അത്. ഇനി ചോദിച്ചാൽ രക്ഷപ്പെട്ടു കേട്ടോ. dy/dx ആകെപ്പാടെ 4 മാർക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൂ. 1 + y² / 1 + x². ഓക്കെ, ഇങ്ങോട്ടേക്ക് 1 + x² ഇങ്ങോട്ട് കൊണ്ടുവരാം. 1 + y² താഴത്തേക്ക് കൊണ്ടുവരാം. 1 + ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻ അടിക്കണ്ട. 1 + x² × dy 1 + y² × dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിൻ്റെ ടേമും വൈയുടെ ടേമും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ മക്കളെ നോക്കിക്കോണേ, ഇവിടുത്തെ വൈയുടെ ടേം നേരെ dy താഴത്തേക്ക് കൊണ്ടുവരുന്നു. സോ dy / 1 + y². ഈ 1 + x² നേരെ ഇതിൻ്റെ താഴത്തേക്ക് കൊണ്ടുവരുന്നു. സോ dx / 1 + x². എപ്പോഴും dxഉം dyയും മുകളിൽ തന്നെ നിൽക്കണം കേട്ടോ, അത് താഴത്തേക്ക് കൊണ്ടുവരല്ലേ. രണ്ട് സൈഡിൽ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് വരും? 1/1 + x², ടാൻ ഇൻവേഴ്സ് അല്ലേ. സോ ഇവിടെ ടാൻ ഇൻവേഴ്സ് y, ഇവിടെ ടാൻ ഇൻവേഴ്സ് x + c കിട്ടും നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ്. കുറച്ച് 2 ക്വസ്റ്റ്യൻ മാത്രം ഇച്ചിരി കൺഫ്യൂസിങ് ആക്കി. പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ട് കാണും. നിങ്ങൾ ഇതെഴുതി കാണും, 2 ആയില്ലേ. ഇത് വിട്ട് അല്ല, ഇതെഴുതി 3, ഇത് വിട്ട് കാണും. പിന്നെ ഇതെഴുതി കാണും 4, ഇതെഴുതി കാണും 5, ഇതെഴുതി കാണും 6. സോ ചിലപ്പോൾ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കാണും, എങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഫുൾ മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ ഇത് നന്നായിട്ട് പഠിക്കുക. ഫൈനൽ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ പാർട്ട് 3 ആയിട്ട് വരും. സോ അതോടുകൂടി നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം. ഓക്കെ, ബൈ.